ആരാധനകൾക്ക് സ്തുതികൾക്ക് ഏറ്റവും അർഹൻ നീ മാത്രമാണെന്ന് നിന്റെ മുൻപിലായിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളുടെ എണ്ണം ഓർത്തെടുത്തു കഴിഞ്ഞാൽ നിന്നെ ആരാധിക്കാതിരിക്കാൻ ഞങ്ങൾക്കാവുകയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നീ പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ അളവ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈശോയെ നിന്നെ മഹത്വപ്പെടുത്താതിരിക്കാൻ, നിന്നെ സ്തുതിക്കാതിരിക്കാൻ, നിന്നെ ആരാധിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ഈശോയെ അത്രമാത്രം വലിയ സ്നേഹമാണ് നീ ഞങ്ങളോട് കാണിച്ചിരിക്കുന്നത്. അത്രമാത്രം വലിയ കരുതലാണ് നീ ഞങ്ങളോട് കാണിച്ചിരിക്കുന്നത്. അമ്മയുടെ സ്നേഹം ഞങ്ങൾ പരിഗണിച്ചാല് നിന്റെ സ്നേഹത്തിന്റെ മുൻപില് അതൊന്നുമല്ല. ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ സാമീപ്യം ഞങ്ങൾ പരിഗണിച്ചാൽ നിന്റെ സാമീപ്യത്തിന്റെ മുൻപില് അതൊന്നുമല്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഞങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ഞങ്ങൾ ഓർത്തെടുത്താൽ നീ നൽകുന്ന ആശ്വാസത്തിന്റെ മുൻപില് ഈശോയെ അതൊന്നുമല്ല. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ സ്നേഹത്തോടെ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങ് ഞങ്ങളോട് പ്രകടിപ്പിച്ച വലിയ സ്നേഹത്തെ ഓർത്തെടുത്തുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈവിടാതെ ഞങ്ങളുടെ ഒപ്പം നടന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന അങ്ങയുടെ വാത്സല്യത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നിയമാവർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ദൈവത്തിന്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണിത്. ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമുക്ക് അവിടുത്തെ കാണാൻ പറ്റും, അവിടുത്തോട് സംസാരിക്കാൻ പറ്റും, അവിടുത്തെ തൊടാൻ പറ്റും, നമ്മുടെ പ്രാർത്ഥനകള് അവിടുത്തെ മുൻപിൽ സമർപ്പിക്കാൻ പറ്റും. അവിടുന്ന് നമുക്ക് ഉത്തരമരുളും. പ്രിയമുള്ളവരെ, ദൈവം ഇത്ര അടുത്തുള്ള, ഇത്ര സമീപസ്ഥരായ വേറെ ഏത് ജനതയാണുള്ളത്? നമുക്ക് ആ വലിയ സ്നേഹത്തോടെ ദൈവം നമ്മളോടൊപ്പം വസിക്കുന്ന ആ ആനന്ദം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ നമുക്കൊരു ഗാനത്തിലൂടെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം, സ്തുതിക്കാം, അവിടത്തേക്ക് നന്ദി പറയാം.